ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ അസീസ് തരുണയാണ്. അദ്ദേഹം ഫാറൂഖ് കോളേജിലെ മലയാള വിഭാഗത്തിന്റെ തലവനാണ്. അദ്ദേഹത്തിന്റെ ഗവേഷണ വിഷയം രാമായണത്തെക്കുറിച്ചായിരുന്നു, പ്രത്യേകിച്ച് വയനാടൻ രാമായണത്തെക്കുറിച്ച്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആദിവാസി പഠനത്തിലും ശ്രദ്ധിക്കുന്ന ആളാണ്. അദ്ദേഹം മൊത്തം 22ഓളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ 3 പുസ്തകങ്ങൾ ആദിവാസികളുടെ മാത്രം പഠനവുമായി ബന്ധപ്പെട്ടാണ്. അതിലൊരു പുസ്തകം വയനാട്ടിലെ ആദിവാസികൾ ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്ന വളരെ ആധികാരികമായിട്ടുള്ള ഒരു പഠനമാണ്. ഇത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ ഗോത്ര പഠനങ്ങൾ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പുസ്തകം ചിന്ത പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ PK കാളൻ ആദിവാസി ജീവിതത്തിന്റെ സമരമുഖം എന്ന് പറയുന്ന മറ്റൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം വയനാട്ടുകാരനാണ്. ആദിവാസികളുടെ ജീവിതം നേരിട്ട് കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ നമ്മളിന്ന് ഇവിടെ അദ്ദേഹത്തെ സംസാരിക്കാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം യുനെസ്കോ ചെയറിൽ ഈ വയനാട്ടിലെ ആദിവാസികൾക്കിടയിലെ അടിമത്തം എന്നതിനെ കുറിച്ച് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു പ്രഭാഷണമായിരുന്നു. എനിക്ക് പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഈ അടിമ ജീവിതം മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു രീതിയാണ് വളരെ കാലമായിട്ടുള്ളത്. ഏതായാലും ആ ഒരു പ്രഭാഷണത്തെ കുറിച്ച് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ഡോക്ടർ അസീസ് തരുണ, എന്തായിരുന്നു ആ പ്രഭാഷണത്തിന്റെ ഒരു ബ്രീഫ് എന്തായിരുന്നു? നമുക്കറിയാം, മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളതാണ് അടിമ സമ്പ്രദായം. പക്ഷേ നമ്മൾ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ യൂറോപ്യൻ അടിമകളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ ആഫ്രിക്കൻ അടിമകളെക്കുറിച്ച് പറയും, അമേരിക്കയിൽ നിലനിന്നിരുന്ന അടിമ സമ്പ്രദായത്തെക്കുറിച്ച് പറയും. എബ്രഹാം ലിങ്കൻ അത് നിർത്തലാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് സാധാരണ നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ കൺമുമ്പിലുള്ള അടിമ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ പറയാറില്ല. നമ്മുടെ ഇന്ത്യ ചരിത്രം എടുത്തു നോക്കിയാൽ, കഴിഞ്ഞ ഒരു 2000-ഓ 3000-ഓ വർഷത്തെ ചരിത്രം എടുത്തു നോക്കിയാൽ, അടിമ സമ്പ്രദായം ഏറ്റവും ശക്തമായി നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കാണാം. കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലും ദളിത് സമുദായങ്ങൾ, ആദിവാസികൾ, ഇവർ പല വിധത്തിൽ അടിമകളാക്കപ്പെട്ടിട്ടുണ്ട്. ഇതേപ്പറ്റിയുള്ള പഠനങ്ങൾ സമീപകാലത്തായി ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട്. ഈ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, യൂറോപ്പിലും അതേപോലെ തന്നെ ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ നിലനിന്നിരുന്ന അടിമ സമ്പ്രദായത്തിന് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭീകരമോ ആയ അടിമ സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ അടിമ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കൻ അടിമത്വം എന്ന് പറയുമ്പോൾ, അത് ഭൗതികമായിരുന്നു ഒരർത്ഥത്തിൽ. എന്ന് പറഞ്ഞാൽ അതിനൊരു ആത്മീയ പരിസരമില്ല. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആദിവാസി അടിമത്വം എന്നൊക്കെ പറയുമ്പോൾ, അവിടെ നമ്മൾ കാണുന്നത് വിശ്വാസത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അടിമകളാക്കുന്നത്. ഞാൻ അതേപ്പറ്റി പിന്നീട് വിശദീകരിക്കാം. എൻ്റെ വയനാട്ടിലെ ആദിവാസികൾ ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിൽ വയനാട്ടിൽ നിലനിന്നിരുന്ന അടിമ സമ്പ്രദായത്തെ പറ്റി ഏകദേശം ഒരു 30ഓളം പേജ് വരുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ ധാരാളം അടിമ സമ്പ്രദായത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വയനാട്ടിൽ നിലനിന്നിരുന്ന അടിമ സമ്പ്രദായത്തെ വിശകലനം ചെയ്യുന്ന പ്രഭാഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ഏത് വർഷം വരെ ഈ അടിമ സമ്പ്രദായം? ഓക്കെ, വയനാട്ടിൽ എന്ന് മുതലാണ് അടിമ സമ്പ്രദായം ആരംഭിച്ചത് എന്നതിന് നമുക്ക് ചരിത്രപരമായ തെളിവുകളില്ല. അതേസമയം 1843 ബ്രിട്ടീഷുകാർ അടിമത്വം നിരോധിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ ആ അടിമത്ത നിരോധനത്തിനെതിരെ വയനാട്ടിലെ കുപ്പത്തോട്ട് അധികാരി, അതേപോലെ മറ്റു ചില അധികാരികൾ സംഘടിതമായി ബ്രിട്ടീഷുകാർക്ക് നൽകിയ സങ്കട ഹർജിയുണ്ട്. ആ സങ്കട ഹർജിയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, അതിൽ ഒട്ടേറെ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള, ഞാൻ ആ ഒരു കത്ത് ഞാൻ ഇവിടെ വായിക്കാം. അതിൽ നിന്നുള്ള സൂചനകളിൽ നിന്ന് മനസ്സിലാവുന്നത്, ഈ ജമ്മിമാര് പറയുന്നത് തങ്ങളുടെ പ്രപിതാക്കന്മാർ മുതൽ കാലങ്ങളായിട്ട് ഞങ്ങൾ ഇങ്ങനെ അടിമ കച്ചവടം ചെയ്യുന്നുണ്ട്, അടിമ സമ്പ്രദായം നിലനിർത്തുന്നുണ്ട് എന്ന സൂചനയുണ്ട്. മറ്റൊന്ന്, ബ്രിട്ടീഷുകാർ തന്നെ അടിമകളാക്കിയിരുന്നു ഈ മനുഷ്യരെ. അതിനെപ്പറ്റിയും ആ രേഖയിൽ സൂചനകളുണ്ട്. അപ്പോൾ ഇത് അടിമകളാക്കിയിരുന്നു, നിരോധിക്കാൻ, അതെ, അവരതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ 3 ഘട്ടങ്ങളിലാണ് അടിമ സമ്പ്രദായം നിർത്തലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിൽ 1843 മലബാറിൽ അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ 1853
അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കൊച്ചിയിൽ അതെ 1854 പിന്നെ എന്താ പറയുക കൊച്ചിയിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ അക്കാലത്ത് അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ ധാരാളം വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ചോദിക്കട്ടെ, ഈ ബ്രിട്ടീഷുകാർ തന്നെ അവരുടെ മറ്റ് കോളനികളിലേക്ക് ഇപ്പം ഉദാഹരണമായിട്ട് മലേഷ്യയിലൊക്കെ അവർ ശ്രീലങ്കയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകളെ അടിമകളായിട്ട് തീർച്ചയായിട്ടും അത് ഉണ്ട്. ഒരേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യൂറോപ്പിൽ പ്രത്യേകിച്ച് ബ്രിട്ടനിൽ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ അന്നേ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ അതുപോലുള്ള മറ്റ് കൂട്ടക്കൊലകൾ നടക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രക്ഷോഭം അവിടെ നടക്കുന്നുണ്ട്. അവിടെ കുറച്ചും കൂടെ മുമ്പേ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ശക്തമാണ്. അതിൻ്റെയൊക്കെ ഭാഗമാണ് ഈ അടിമത്ത നിരോധനം. ഞാൻ പറഞ്ഞു വന്നത് 1842 മലബാറിൽ മാത്രം 1,59,000 അടിമകൾ ഉണ്ടായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ തിരുവിതാംകൂറിൽ 9,89,740 അടിമകളുണ്ട്. അതേപോലെ കൊച്ചിയിൽ 32,668 അടിമകളാണ് ഉണ്ടായിരുന്നത് എന്ന് രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കണക്കുകൾ അല്ല, തീർച്ചയായിട്ടും അതിലേറെ അടിമകൾ ഒരുപക്ഷെ അക്കാലത്തുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ കാണുന്ന ചില രേഖകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1843 ബ്രിട്ടീഷുകാർ അടിമത്തം നിരോധിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ അതിനെതിരെ വലിയ മൂവ്മെന്റ് ഉണ്ടാവുന്നു. അപ്പോൾ വയനാട്ടിലെ ഭൂവുടമകളുടെ സങ്കടഹരജി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിങ്ങനെയാണ്, ഭൂവുടമകൾ മദ്രാസ് ആസ്ഥാനത്തേക്ക് കനോലി സായിപ്പ് വഴി അയച്ച സങ്കടഹരജി പറയുന്ന ഇങ്ങനെയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു രേഖയാണ്. ഞാൻ ആ കത്തൊന്ന് വായിക്കാം വിശകലനം ചെയ്തുകൊണ്ട്. യെസ്, ഇവര് ബ്രിട്ടീഷുകാർക്ക് നൽകിയ നിവേദനം അതിൽ പറയാണ്, വയനാട്ടിലെ എടവായ അംശം, കുപ്പത്തോട് അംശം, നെല്ലൂർ നാട് അംശം, പൂനൂർ അംശം എന്നിവിടങ്ങളിലെ ഭൂവുടമകളായ താഴെ പേരെഴുതി ഒപ്പിട്ടിരിക്കുന്ന ഞങ്ങൾ ബോധിപ്പിക്കുന്ന സങ്കടഹരജി എന്നാണ് ഇതിന്റെ പേര്. 1843 ആക്ട് 5 എന്ന അടിമ നിരോധന നിയമം ഞങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവിടുത്തെ സമക്ഷത്തിങ്കിലേക്ക് ബോധിപ്പിക്കുവാനാണ് ഈ നിവേദനം തരുന്നത്. താങ്കളുടെ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഞങ്ങൾ പണിയർ എന്ന് പറയുന്ന ജാതി വിഭാഗത്തെ ആളൊന്നിന് അവരുടെ കായിക ശേഷി നോക്കി 30 മുതൽ 100 രൂപ വരെ വില വെച്ച് ജന്മം വാങ്ങിച്ചു വന്നിരുന്നു. പണിയരാണ് കേരളത്തിലെ ഏറ്റവും വലിയ ട്രൈബ്. ഇപ്പൊ അവരുടെ പോപ്പുലേഷൻ 90,000 ഓക്കെ. അനുപാതികമായിട്ട് പണിയരുടെ സംഖ്യ കൂടുന്നില്ല അനുപാതികമായിട്ട്. അപ്പോ ഞങ്ങളുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ, ഈ കത്ത് പറയാണ്, ഞങ്ങളുടെയൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഞങ്ങളുടെ പൂർവികർ ഈ സമ്പ്രദായം നടത്തി വന്നിരുന്നതാണ്, അടിമക്കച്ചവടം. ഞങ്ങൾ ഇക്കൂട്ടരെ മറിച്ചു വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്യാറുണ്ട്. അത് പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയാം. ഭൂമിയിൽ കൃഷി ചെയ്യിപ്പിക്കുവാനാണ് ഇക്കൂട്ടരെ വിലക്ക് വാങ്ങിക്കുന്നത്. ഇങ്ങനെ ഇക്കൂട്ടരെ കൊണ്ട് വയലിൽ കൃഷി ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് താങ്കളുടെ സർക്കാരിലേക്ക് കടമെടുക്കുന്നതിനും ഞങ്ങൾക്കും കുടിയാന്മാർക്കും ഞങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങൾക്കും സുഭിക്ഷമായി ജീവിക്കുവാനും പറ്റുന്നു. ഇവരെ അടിമയാക്കിയിട്ട് ഞങ്ങൾക്ക് സുഭിക്ഷമായി ജീവിക്കാൻ പറ്റുന്നു എന്നാണ് കുപ്പത്തോട്ട് അധികാരി അടക്കമുള്ള ജമിമാര് പറയുന്നത്. ഞങ്ങൾക്ക് നെൽവയലുകളല്ലാതെ തെങ്ങിൻ തോട്ടമോ കൗമിൻ തോട്ടമോ ഇല്ലെന്ന് അറിയിക്കട്ടെ. വയനാട്ടിൽ പൊതുവെ തെങ്ങ് കുറവാണ്. നെൽവയലുകളിൽ പണിയെടുക്കുവാൻ പണിയരെ കിട്ടാതെ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിനും താങ്കൾക്കുമുള്ള റവന്യൂവിനും ബുദ്ധിമുട്ടുണ്ടാകും. ബ്രിട്ടീഷുകാരെ അവർ ട്രാപ്പ് പെടുത്തുകയാണ്. ഞങ്ങൾ സർക്കാരിൽ നിന്നു തന്നെ അടിമകളെ വാങ്ങിക്കാറുണ്ട്. അതിന്റെ അർത്ഥം സർക്കാരും അടിമ കച്ചവടം നടത്തിയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ നേരിട്ടും വാങ്ങിയിരുന്നു. കടബാധ്യതകളുടെ കോടതി കേസുകളിൽ കോടതി പ്രതിഭാഗത്തിന്റെ സ്വത്തുകളോടൊപ്പം അടിമകളെയും ലേലത്തിൽ വെക്കാറുണ്ടല്ലോ. മനുഷ്യ ലേല കച്ചവടവും നടന്നിരുന്നു വയനാട്ടിൽ. ഞങ്ങൾ ആ ലേലത്തിൽ പങ്കെടുക്കാറുള്ളതും പണിയരെ ലേലത്തിൽ പിടിക്കാറുമുണ്ട്. വയനാട്ടിലെ ഭൂവുടമകളായ ഞങ്ങളുടെ സ്വത്ത് എന്ന് പറയുന്നത് കന്നുകാലികളും പണിയരായ അടിമകളുമാണ്. എന്ന് പറഞ്ഞാൽ കന്നുകാലികൾക്ക് തുല്യമാണ് പണിയര് ഈ സമുദായം. ചോദിക്കുന്നത് 1843 പറഞ്ഞത് പിന്നെയും വർഷങ്ങളോളം അല്ല, അത് ഞാൻ സൂചിപ്പിക്കാം. ഞാൻ ഇത് മുഴുവൻ ഒന്ന് വായിക്കട്ടെ.
പണിയർ എന്ന് പറയുന്ന വിഭാഗം അജ്ഞരും വിധേയത്വ സ്വഭാവമുള്ളവരുമാണ്. അവർക്ക് അവരുടെ യജമാനന്മാരെ കൂടാതെ സ്വന്തമായി ജീവിക്കാൻ കഴിയുകയില്ല. ആഫ്രിക്കൻ അടിമയെക്കുറിച്ച് പറയും പോലെ തന്നെ ഈ നിയമം വന്നതിനെ തുടർന്ന് ചില സർക്കാർ ഉദ്യോഗസ്ഥർ ഇക്കൂട്ടരെ ഒളിവിൽ താമസിപ്പിക്കുകയും ഒളിച്ചോടുന്ന പണിയന്മാരെ പിടികൂടി ജമ്മികളുടെ കൂടെ പണിയെടുക്കാൻ താല്പര്യമില്ല എന്ന് പഠിപ്പിക്കുകയുമാണ്. സ്വന്തം ഇഷ്ടപ്രകാരമല്ല, മറിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രേരണ മൂലമാണ് അവരിപ്പം മറച്ച് പറയുന്നത്. എന്ത്, ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല എന്നൊക്കെ. അത് തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് പറയുന്നത്. തുടർന്ന് പറയാണ്, വയനാട് ബഹുമാനപ്പെട്ട ബ്രിട്ടീഷ് സർക്കാരിന്റെ അധീനതയിൽ വന്നതിന് ശേഷം ഞങ്ങൾ ദുഃഖം എന്തെന്നറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങേയത്തെ ഞങ്ങൾ നിങ്ങളുടെ അടിമയാന്ന് അതിന്റെ അർത്ഥം അല്ലേ. എന്നാൽ ഇപ്പോൾ ഈ പുതിയ നിയമം മൂലം ഞങ്ങളിലേക്ക് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും കടന്നു വന്നിരിക്കുന്നു. അടിമ വിൽപ്പന അടക്കം. ഇത് നോക്കുക, അവസാനത്തെ സെന്റൻസ്. ആയതിനാൽ എത്രയും പെട്ടെന്ന് ബഹുമാനപ്പെട്ട സർക്കാർ ദയവുണ്ടായി ഈ നിയമം പിൻവലിക്കേണ്ടതും ഞങ്ങളുടെ കുടുംബത്തിന്റെയും കഷ്ടപ്പാടുകൾക്ക് അറുതി വരുത്തി തരണമെന്ന് വണക്കമായി അപേക്ഷിക്കുന്നു. ഇതാണ് ഈ കത്ത്. കനോലി സാഹിബ് വഴി അയച്ച കത്തിൽ പറയുന്ന കാര്യമാണ്. ഇതിനെ വിശകലനം ചെയ്താൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പിടികിട്ടും. ഒന്ന്, ബ്രിട്ടീഷുകാർ അടിമ കച്ചവടം നടത്തിയിരുന്നു, ലേലം നടത്തിയിരുന്നു. 3, പലതരത്തിലുള്ള അടിമത്തം വയനാട്ടിൽ നിലനിന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അടിമത്തം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലം വന്നതിന് ശേഷം അതിൽ കുറച്ച് അയവുണ്ടാകുന്നുണ്ട് പഴയ രീതിയിൽ നിന്ന്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു സിസ്റ്റമാണ് വള്ളിയൂർക്കാവ് സിസ്റ്റം. വള്ളിയൂർക്കാവ് സിസ്റ്റം വരുമ്പോഴേക്ക് ഒരു വർഷത്തേക്ക് അടിമയെ വാങ്ങുന്ന രീതിയാണ്. എന്താണ് ഈ വള്ളിയൂർക്കാവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ? വള്ളിയൂർക്കാവ് എന്ന് പറയുന്നത് മാനന്തവാടിക്കടുത്ത ഒരു സ്ഥലമാണ് വള്ളിയൂർക്കാവ്. അവിടുത്തെ ക്ഷേത്രത്തിൽ വെച്ച് മീനമാസത്തിലാണ് അവിടെ ഉത്സവം നടക്കുന്നത്. വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. ഏകദേശം 15 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ഈ ഉത്സവ ദിവസം അവിടെ ജമ്മിമാരും മറ്റും വന്ന് പണിയരെയും അടിയരെയും മറ്റും ചില വിഭാഗങ്ങളുണ്ട്, ഇവരെയൊക്കെ അടിമകളാക്കി ലേലത്തിൽ കൊണ്ടുവരുന്നു. അപ്പോൾ വള്ളിയൂർ അമ്മയെ സാക്ഷി നിർത്തിക്കൊണ്ട്, കാരണം ഇവരുടെയൊക്കെ ആരാധനാമൂർത്തിയാണ്, വള്ളിയൂർ അമ്മയെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഈ അടിമകളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അടിമകളെ കൊണ്ടുപോകുന്നത് ഒന്ന് എനിക്ക് തോന്നുന്നത് ഒരു സവർണ, രണ്ടാമത് എനിക്ക് തോന്നുന്നത് ഈ ആദിവാസികൾക്കിടയിൽ തന്നെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അത് ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് സവർണ വിഭാഗങ്ങൾ മാത്രമല്ല, ഏറ്റവും രസകരമായൊരു കാര്യം, ആദിവാസികൾ തന്നെയായ കുറിച്യരും കുറുമരും ഈ വിഭാഗങ്ങളെ അടിമകളാക്കുന്നതിന്റെ രേഖകൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടുണ്ട്. പണിയരെയും അടിയരെയും വേട്ടക്കുറുമരെയും അതേപോലെ 1-2 മറ്റു വിഭാഗങ്ങളെ ഈ രീതിയിൽ അടിമകളാക്കുന്നുണ്ട്. പക്ഷെ വള്ളിയൂർക്കാവ് സിസ്റ്റം വന്നപ്പോൾ ഒരു വർഷത്തേക്ക് അത് ചുരുങ്ങി. അതിന് നമ്മൾ കുണ്ടൽപ്പണി എന്ന് പറയും. ആ കുണ്ടൽപ്പണി എന്ന് പറയുന്ന രീതിയിൽ അപ്പോൾ ഇവരെ വള്ളിയൂർക്കാവിൽ വെച്ച് നിപ്പ് പണം എന്നാണ് പറയുന്നത്, ഒരു ചെറിയ തുക നൽകിക്കൊണ്ട് ഒരു വർഷത്തേക്ക്. ഇപ്പോൾ PK കാളൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരൊക്കെ അവിടെ എത്തിച്ചേരുമ്പോൾ ഇങ്ങനെ ഇടിച്ചൊക്കെ നോക്കും, ആരോഗ്യമുണ്ടോ എന്നൊക്കെ നോക്കും. നീ എൻ്റെ കൂടെ വാടാന്ന് പറയും. അവർ കുറേ ആളുകളെ കൂട്ടിപ്പോവും. അപ്പോൾ അവർക്ക് കൂലിയായി അന്ന് നൽകുന്നത് പുരുഷന്മാർക്ക് 2 സേർ നെല്ലും സ്ത്രീകൾക്ക് 1 സേർ നെല്ലുമാണ്. അത് ഉച്ചക്കാണ് നൽകുന്നത്. അങ്ങനെ നൽകുമ്പോൾ അത് കുത്തി അരിയാക്കി കഞ്ഞി വെച്ച് കുടിച്ച് വീണ്ടും അവർ വയലിറങ്ങുന്നു. ഇതേപറ്റി PK കാളൻ വളരെ സവിസ്തരം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ. അദ്ദേഹം പറയുന്നൊരു കാര്യം, അന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പുലർച്ചെ കോഴി കൂവുന്നത് കേട്ടാൽ വയലിൽ എത്തണം. ചെറിയ അസുഖങ്ങളൊന്നും ഇതിന് തടസ്സമല്ല. ഏറുകെട്ടൽ, മുഴുകൽ ആണെങ്കിൽ 12 മണി വരെ തുടരും. 12 മണിക്ക് പുരുഷന്മാർക്ക് 2 സേർ നെല്ലും സ്ത്രീകൾക്ക് 1 സേർ നെല്ലും കൂലിയായി കിട്ടും. അത് കുടിലിൽ കൊണ്ടുപോയി കുത്തി കഞ്ഞി വെച്ച് കുടിക്കും. വീണ്ടും വയലിലേക്ക് പണിക്കിറങ്ങും. അല്ലെങ്കിൽ കാട് വെട്ടി തോട്ടമാക്കാൻ കുന്നിൻ പ്രദേശങ്ങളിലേക്ക് പോകും. ഇരുട്ട് വരക്കുന്നത് വരെ ജോലി തുടരും. ഉച്ചക്ക് കിട്ടിയ നെല്ലിൽ ബാക്കിയുള്ളത് കൊണ്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? കഞ്ഞി വെക്കും. പലപ്പോഴും പട്ടിണിയായിരിക്കും. രാവിലെ എന്നും പട്ടിണിയാണ്. ഭക്ഷണം കഴിക്കാതെയാണ് പണിക്കിറങ്ങുന്നത്. നേരം അല്പം വൈകിയാൽ തെറി കേൾക്കേണ്ടി വരും. ഈ അടുത്ത് നമ്മുടെ ഒരു BJP നേതാവായ സിനിമാ നടൻ കൃഷ്ണകുമാർ പറഞ്ഞല്ലോ, പിന്നെ അവർ രാവിലെ വരും, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, എന്നിട്ട് ഞങ്ങൾ നിലത്ത് കൊണ്ടുപിടിച്ചു കൊടുക്കുന്നു. അവിടെയും ഈ രാവിലെ പട്ടിണിയായിട്ട് വരുന്ന എന്നുള്ള സൂചനയുണ്ട്. ഓക്കെ, ഇങ്ങനെ ആ കാലഘട്ടത്തെ കുറിച്ച് കാളേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ട്.
ഈ കാലം, സമയം ഇതൊക്കെ എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അദ്ദേഹം പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: വയനാട്ടിലെ ഒരു ആദിവാസി സമയമറിഞ്ഞത് ടൈം പീസും വാച്ച് നോക്കിയല്ല, ഞങ്ങളുടെ വയറ് കാഞ്ഞാൽ ഉച്ചയായി, കാക്ക കരഞ്ഞാൽ വൈകുന്നേരം, പിന്നെയും കാക്ക കരഞ്ഞാൽ നേരം വെളുക്കും. ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് പറയുന്നത്. കാളേട്ടൻ 35 വർഷം അടിമ ജോലി ചെയ്ത ഒരാളാണ്. അദ്ദേഹം ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായിരുന്നു, വയനാട് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, മാനന്തവാടി ബ്ലോക്ക് പ്രസിഡന്റ് ആയിരുന്നു. ആദിവാസികൾക്കിടയിൽ ഒട്ടേറെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന ഒരാളാണ് അദ്ദേഹം. ഗദ്ദിക കലാകാരനായിരുന്നു. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരിക്കുന്ന ആദിവാസി കവികളിൽ പ്രമുഖനായ സുകുമാരൻ ചാലിഗദ്ദയുടെ ബേത്തിമാരൻ എന്ന ആത്മകഥാപരമായ ആ പുസ്തകത്തിൽ സുകുമാരൻ പറയുന്നുണ്ട് കുടകിൽ ജോലിക്ക് പോയതിനെ കുറിച്ച്. അവിടെ കൂലിയില്ല, വെറും ഭക്ഷണമാണ് കിട്ടിയിരുന്നത് എന്നുള്ളൊരു സൂചന അതിൽ കിട്ടുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ വള്ളിയൂർക്കാവ് സിസ്റ്റം സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടരുകയാണ്. ചോദിക്കുന്നത് ഈ ഇപ്പൊ നമ്മൾ 1843 പറഞ്ഞു, ഈ ഇങ്ങനെ ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നു നിരോധിക്കാൻ വേണ്ടി, പിന്നെയും എത്ര വർഷത്തോളം അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷവും തുടർന്നു? തീർച്ചയായിട്ടും. അപ്പൊ ബ്രിട്ടീഷുകാർ ചില അയവുകൾ കൊണ്ടുവന്നു, അതില് അത്രേ സംഭവിച്ചിട്ടുള്ളൂ. പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ സംഭവിക്കുന്നത് വള്ളിയൂർക്കാവ് സിസ്റ്റം വരുന്നു, 1 വർഷത്തേക്ക് അടിമയായി കൊണ്ടുപോകുന്ന സിസ്റ്റം വരികയാണ്. ആ ഒരു ഘട്ടത്തിൽ സംഭവിച്ചത്, പിന്നെ വള്ളിയൂർക്കാവ് സിസ്റ്റം നമ്മൾ വിശകലനം ചെയ്യേണ്ട ഒന്നാണ്. അവിടെ അടിമക്ക് എന്തോ ബോണ്ടഡ് ലേബർ സിസ്റ്റം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഈ ബോണ്ടഡ് ലേബർ സിസ്റ്റത്തിൽ ഇത് ആദ്യമായിട്ട് പുറത്തു വരുന്നതിൻ്റെ ഒരു ഘട്ടമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടി 10-15 വർഷം കഴിഞ്ഞു. 1964 കേരള നിയമസഭയിൽ ഭൂപരിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. ഈ സമയത്ത് ഒ കോരൻ എന്ന ഒരു MLA നിയമസഭയിൽ പറയാണ്, വയനാട്ടിൽ ബോണ്ടഡ് ലേബർ സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. 1964 അദ്ദേഹം പറയാണ്, അതിൻ്റെ തെളിവായിട്ട് ഒരു ട്രൈബൽ ഉദ്യോഗസ്ഥനായ കെ പാനൂര്, നമുക്കറിയാം കേരളത്തിലെ ആഫ്രിക്ക കുടിയേറ്റക്കാരൻ്റെ അമേരിക്ക, ഹാൻ അക്സൽ ബാരി, എൻ്റെ ഹൃദയത്തിൽ ആദിവാസി എന്നൊക്കെ ഉള്ള ധാരാളം പുസ്തകങ്ങൾ എഴുതിയ കെ പാനൂര് അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ആഫ്രിക്കയിൽ വള്ളിയൂർക്കാവ് സിസ്റ്റത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് തെളിവായി ഈ പുസ്തകം അദ്ദേഹം ഉയർത്തിക്കാട്ടുകയാണ്. അദ്ദേഹം സ്പീക്കർക്ക് അത് സബ്മിറ്റ് ചെയ്യാണ്. അത് നിയമസഭ ആകെ ഇളകി മറിഞ്ഞു. അത് കേരളത്തിന് പുറത്തും വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. പക്ഷെ നമ്മൾ ചെയ്തത് ആ പുസ്തകം അങ്ങോട്ട് നിരോധിച്ചു. അങ്ങനെ നിരോധിച്ചുകൊണ്ടാണ് നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചത്. പിന്നീട് ആ പുസ്തകത്തിന് യുനെസ്കോ ചില അംഗീകാരങ്ങൾ കൊടുത്തു. പക്ഷേ അതിനെ തുടർന്ന് പിന്നീട് അടിമത്തം എന്ന വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ്. അങ്ങനെ കേരള നിയമസഭ അടിമത്ത നിരോധനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ അതേ സമയം തന്നെ കേന്ദ്ര ഗവൺമെന്റ് 1976 ഇന്ത്യയിൽ ഒട്ടാകെയുള്ള അടിമത്ത നിരോധന ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി 1977 വള്ളിയൂർക്കാവ് സിസ്റ്റം നിയമം മൂലം നിരോധിക്കുന്നത്. കേന്ദ്രമന്ത്രിയായിരുന്ന മൗര്യ അന്ന് വള്ളിയൂർക്കാവിൽ വന്നൊരു പ്രസംഗം നടത്തുന്നുണ്ട്. ആ പ്രസംഗത്തിൽ അടിമത്തം നിരോധിച്ചതായിട്ട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ട്. PK കാളനൊക്കെ പറയുന്നത് വള്ളിയൂർക്കാവ് സിസ്റ്റം നിർത്തലാക്കിയെങ്കിലും വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അടിമത്തം പിന്നെയും തുടർന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷവും വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അടിമകളെ കൊണ്ടുപോയതിനെ കുറിച്ച് PK കാളൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. അതായത് സർക്കാർ നിരോധനം 77 നിരോധനത്തിന് ശേഷം 1977. യെസ്. അപ്പൊ അതിനർത്ഥം സ്വാതന്ത്ര്യം കിട്ടി കാൽനൂറ്റാണ്ടിന്റെ അടുത്തായിട്ടും 30 വർഷം ആയിട്ടും അടിമത്തം നിരോധനം നിലനിന്നു എന്നാണ്. അടിമ സമ്പ്രദായം നിലനിന്നു. ബോണ്ടഡ് ലേബർ സിസ്റ്റം വയനാട്ടില്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ അടിമ സമ്പ്രദായം എന്ന് പറഞ്ഞാല് സാധാരണഗതിയില് അവരുടെ കൃഷിയിടങ്ങളിൽ ജോലി എടുപ്പിക്കുന്നു, അവർക്ക് വളരെ തുച്ഛമായ വേതനം കൊടുക്കുന്നു. അതിനപ്പുറം അവരെ ശാരീരികമായിട്ടുള്ള പീഡനത്തിന് അവർക്ക് ഇരയാക്കിയിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള രേഖകൾ നമുക്ക് ലഭ്യമാണ്. ഇപ്പോ അത് ഇടയ്ക്ക് നമ്മൾ സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, 3 തരത്തിലുള്ള അടിമ സമ്പ്രദായം വയനാട്ടിലുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ആ പ്രബന്ധത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതൊന്ന് ജന്മ അടിമയാണ്. ജന്മ അടിമ എന്ന് പറഞ്ഞാൽ ഒരാൾ ജനനം കൊണ്ട് തന്നെ അടിമയാവുന്നു. അത് അച്ഛനും അമ്മയും അടിമയായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുട്ടിയും അടിമയാവുന്നു. അതാണ് ജന്മ അടിമ. രണ്ടാമത്തെ ഒരു അടിമ സമ്പ്രദായം കാണ അടിമയാണ്. കാണ അടിമ എന്ന് പറഞ്ഞാല് ഒരു ജന്മ അടിമ അയാളുടെ ജന്മിയുടെ താല്പര്യത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, മറ്റൊരു വ്യക്തിക്കായി പണയം വെക്കപ്പെടുന്നു. അങ്ങനെ പണയം വെക്കുമ്പോൾ ഇദ്ദേഹത്തിന് നിശ്ചിത തുക കൊടുക്കണം ഇടക്ക്. അതാണ് കാണ അടിമ എന്ന് പറയുന്നത്. അതെ. നമ്മൾ പശുവിനെയൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ടല്ലോ. ഇങ്ങനെ ആ രീതിയിലുള്ള ചില വസ്തുക്കൾ നമ്മൾ പണയം വെക്കുന്നത് പോലെ പണയ അടിമ.
മൂന്നാമത്തെ ഒരു അടിമ പാട്ടടിമ. പാട്ടടിമ എന്ന് പറഞ്ഞാൽ ഒരടിമയെ മറ്റൊരാൾക്ക് ചെറിയൊരു സമയത്തേക്ക് പാട്ടത്തിന് നൽകുന്നു. ഒരു കൃഷിക്കാലത്തേക്കോ അല്ലെങ്കിൽ പ്രത്യേക പണിക്കോ പ്രത്യേക സമയത്തേക്കോ മാത്രമാണ് പാട്ടടിമകൾ. ഇത് അടിമത്വത്തിന്റെ വ്യാപ്തിയെ ഇരട്ടിപ്പിച്ചു. ഇത് ഒരേ സമയം ഇവര് പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്ന പാട്ടക്കാരന്റെ ജോലിക്ക് ശേഷം ജമ്മിക്ക് വേണ്ടിയും ഇയാൾ ജോലി ചെയ്യേണ്ടി വരികയാണ്. അപ്പൊ ഒരേ സമയം തന്നെ ചിലപ്പോ രണ്ടുപേർക്ക്. ഇതോടൊപ്പം തന്നെ ഈ ലൈംഗിക ആതിക്രമത്തിനും അല്ല, അത് തീർച്ചയായിട്ടും അത് KJ ബേബിയുടെ മാവേലി മന്ത്രം എന്ന നോവലില് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. മാവേലി മന്ത്രത്തിൽ ബേബി പറയുന്നുണ്ട് ഈ ഉടമകളുടെ മക്കളായിട്ടുള്ളവരെ തന്നെ വീണ്ടും ഉടമകള് അടിമകളാക്കുന്നതിനെ കുറിച്ച്. അത് വളരെ വ്യാപകമായിരുന്നു. അതൊന്നും ഒരു തന്നെ ഈ പാടം ഒഴിയാൻ വേണ്ടി ഈ നുകം കഴുത്തിൽ വെക്കുന്നതിനെ കുറിച്ചുള്ള രേഖകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് പഴയ ചില രേഖകൾ നോക്കുമ്പോൾ, അത് വയനാട്ടിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, 1788 ഒരു വിലയാധാരത്തിൽ പിന്നെ ഇങ്ങനെ കാണുന്നുണ്ട്. ഒരു ആധാരത്തിൽ പിന്നെ മൂത്തേടത്തെ നാരായണൻ ഇട്ടിക്കാതിരി വിള്ള ഉള്ള തന്നടിയാറ് പുലയാൾ വകയിൽ പൊലൈ എന്ന പെലയെയും അവൾ പെറ്റ പെറും മക്കളെയും കൂടെ ഇമ്മാർക്കമേ ഈ ആൾ വിക്കിൽ വിലക്ക് കെട്ടുകിൽ കെട്ടുമാറും പൂട്ടുകിൽ പൂട്ടാമാറും കൊല്ലുകിൽ കൊലക്കമാറും തലയും കുലയും അടക്കി വിലമാകെ എഴുതി കൊടുത്തത്. വളരെ പഴയ മലയാളമാണ്. ഇപ്പം തന്നെ നമ്മുടെ ആധാരങ്ങളിലെ ഭാഷയെക്കുറിച്ച് നമുക്കറിയാം. ഇങ്ങനെ കൊല്ലണമെങ്കിൽ കൊല്ലാനും വിൽക്കണമെങ്കിൽ വിൽക്കാനും ഈ ആധാരം മുഖേന ഉടമക്ക് അവകാശമുണ്ട്. തുടർന്ന് പറയുന്നത് കൊല്ലാനുള്ള അധികാരം ഉണ്ടെങ്കിൽ മറ്റധികാരം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. എന്നിട്ടും ഈ രേഖയിൽ പറയുന്നത് പൂട്ടുകിൽ പൂട്ടാമാറും എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഉഴുവാൻ നമ്മൾ നില ഉഴുന്നതിന് വേണ്ടി, ഏറ് കെട്ടുന്നതിന് വേണ്ടി മൃഗങ്ങൾക്ക് പകരം കലപ്പ കഴുത്തിലേന്തലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചന്തയിൽ നിന്ന് വാങ്ങുന്ന 4 കാലി മൃഗത്തോടെന്ന പോലെ എന്ത് ചെയ്യാണ് ഈ ജനതയോടും പെരുമാറിയിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഒരു വാചകം. അതുപോലെ തന്നെ ഈ റീസെന്റ് ആയിട്ട്, വളരെ റീസെന്റ് അല്ല, അതായത് ഒരു സ്ഥലം വിൽക്കുന്ന സമയത്ത് ആധാരത്തില് എത്ര സെന്റ് ഭൂമി, ഏക്കർ ഭൂമിയും ഇത്ര അടിമകൾ എന്ന് പറഞ്ഞൊരു കേസില്ലേ? ഉണ്ട്. അത് KJ ബേബി അതിനെ കുറിച്ച് പറയുന്നുണ്ട്. മാനന്തവാടി രജിസ്റ്റർ ഓഫീസിലുള്ള ഒരു രേഖയെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മാനന്തവാടിയിലേക്ക് 1940 തൊട്ട് 70 വരെ മധ്യ തിരുവിതാംകൂർ എന്നുള്ള ക്രൈസ്തവ കുടിയേറ്റം ഉണ്ടാകുന്നുണ്ട്. ആ കുടിയേറ്റ കാലത്ത് ഒരു ജമ്മിയുടെ അടുത്ത് നിന്ന് 400 ഏക്കർ സ്ഥലം വാങ്ങിയപ്പോൾ അതിൻ്റെ ആധാര വ്യവസ്ഥയിൽ പറയുന്നത് 400 ഏക്കർ സ്ഥലവും 60 ആദിവാസി കുടുംബവും എന്നാണ് വിൽക്കുന്നത്. ഇത് 1-2 അല്ല, നിരവധി ഡോക്യുമെന്റ്സ് ഉണ്ട്. എൻ്റെ കൂടെ റിസർച്ച് ചെയ്യുന്ന രാഹുൽ മണപ്പാട്ടിന്റെ പഠനങ്ങളിൽ അത് വരുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പണയം വെച്ചതിന്റെ അതൊക്കെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുള്ള കാര്യങ്ങളാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ വരുന്നത് 1960-കൾക്ക് ശേഷമാണ് വയനാട്ടിൽ. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ, കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ, ഇപ്പോൾ KA കേരളീയന്റെയും AKGയുടെ നേതൃത്വത്തിൽ ഇതിനെതിരെയുള്ള ആദ്യ പ്രക്ഷോഭം നടക്കുന്നു. ഈ നെല്ല് കൂലി കൊടുക്കുന്നതിൻ്റെ ഒപ്പം 1 രൂപ കൂലിയായിട്ട് നൽകണം എന്ന് ആദ്യം ആവശ്യപ്പെടുകയാണ്. നമുക്ക് സഖാ വർഗീസിനെ ഇവിടെ വിസ്മരിക്കാൻ പറ്റില്ല. വർഗീസിന്റെ കേസ് യഥാർത്ഥത്തില് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ നമ്മുടെ മുഖ്യധാര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും നിരാശനായിട്ടാണല്ലോ വേറൊരു ലൈനിലേക്ക് പോകുന്നത്. അല്ല, അതിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് അദ്ദേഹം കണ്ണൂർ പാർട്ടി ഓഫീസ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം പാർട്ടി പ്രവർത്തനവുമായി വയനാട്ടിലേക്ക് വരുന്നു, കർഷക സംഘത്തിന്റെ പ്രവർത്തനമായിട്ട്. അങ്ങനെ തൃശ്ശേരി, തിരുനെല്ലി ഏരിയയിലുള്ള ആദിവാസികൾക്കിടയിലും കർഷക തൊഴിലാളികളുടെ ഇടയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ അടിമ സമ്പ്രദായത്തെക്കുറിച്ച് പഠന വിധേയമാക്കുന്നത്. അദ്ദേഹം ആകെ ഞെട്ടിപ്പോവാണ്. ഇങ്ങനെ മനുഷ്യരെ വിൽക്കുകയും വാങ്ങുകയും ഈ രീതിയിൽ എന്താ പറയുക മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന മനുഷ്യരെ കുറിച്ച്. ഈ അടുത്ത കാലത്ത് വളരെ പ്രായമുള്ള ഒരു ആദിവാസി മൂപ്പൻ അദ്ദേഹം വർഗീസിന്റെ ഒരു ക്ലാസ്സിലിരുന്ന അനുഭവത്തെക്കുറിച്ച് ഒരു സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് വർഗീസ് ഈ നെല്ലിൻ്റെ അളവിനെ കൂട്ടുന്നതിനെ കുറിച്ചും അത് സേറിൽ നിന്ന് കിലോയിലേക്ക് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരു ആദിവാസി എഴുന്നേറ്റ് എന്ന് ചോദിക്കുന്നുണ്ട് വർഗീസിനോട്, ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് ആ കഞ്ഞിയിൽ അല്പവും കൂടി കുറച്ചും കൂടെ വറ്റൊന്ന് ചേർക്കാവുന്ന ഒന്ന് പറയണമെന്ന്. അപ്പൊ അത്ര ദയനീയായിരുന്നു ഇവരുടെ അവസ്ഥ.
അപ്പോൾ ഈ വർഗീസിന് സേറിന്റെ കാര്യം പറഞ്ഞല്ലോ, സേറിലും ചതി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ചതി എന്താന്ന് വെച്ചാൽ യെസ്, കള്ളപ്പറ. അതിന്റെ ഉള്ളിൽ മരത്തിന്റെ അളവ് കൂടുതലുണ്ടാവും, അവിടെ പൊങ്ങി വെക്കും. അപ്പൊ നെല്ല്, ഒരു സേറ് നെല്ല് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോ 3/4 സേറേ ഉണ്ടാവും. അപ്പോ അതിലും ചതി നടത്തിയിരുന്നു, ഈ പാവങ്ങളോട് വീണ്ടും ചതി. അവിടെയാണ് അതിനും കാരണം പറഞ്ഞിരുന്നത്, ഈ പുതിയ നിയമമൊക്കെ വന്നപ്പോൾ ഞാൻ കുറെ നഷ്ടമായി എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വർഗീസ് ആദ്യകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വർക്ക് ചെയ്ത ഒരാൾ കൂടിയാണ്. പിന്നീട് അദ്ദേഹം നക്സലൈറ്റ് മൂവ്മെന്റിലേക്ക് പോകുന്നു. അദ്ദേഹം ആദ്യം സമരം ചെയ്യുന്നത് ഈ അളവ് പാത്രം മാറ്റുന്നതിന് വേണ്ടിയാണ്, ഒന്ന് സേറിൽ നിന്ന് കിലോയിലേക്ക് മാറ്റാൻ. അതിനുശേഷമാണ് അടിമത്തം നിരോധിക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തീർച്ചയായിട്ടും KK അണ്ണൻ്റെയൊക്കെ നേതൃത്വത്തിൽ. അദ്ദേഹം പിന്നീട് CPI-യിലാണ് വർക്ക് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി AKGയുടെയും മറ്റു നേതൃത്വത്തിൽ തുടങ്ങിയ ആ ഒരു പ്രക്ഷോഭമാണ് സത്യത്തിൽ ഈ ഒരു ആത്യന്തികമായി അടിമത്തം നിരോധിക്കുന്നതിൽ എത്തിയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൽ വലിയൊരു പങ്കുണ്ട്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ അന്ന് കഴിഞ്ഞു നിലവില്, അപ്പം താങ്കൾ വയനാട്ടുകാരനാണല്ലോ, നിലവിൽ അവിടുത്തെ ഒരു ആദിവാസികളുടെ അവസ്ഥ ആ ഒരു കാലത്തുനിന്ന് എത്രത്തോളം മെച്ചപ്പെട്ടു? ഒരിക്കലുമില്ല. ആദിവാസിയുടെ ജീവിതം സെമി അടിമത്തം തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഈ അടിമത്ത നിരോധനം വരുമ്പോൾ പറയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അവരെ മുമ്പോട്ട് കൊണ്ടുവരുന്നതിന് ചെയ്യേണ്ട കാര്യങ്ങൾ. പക്ഷേ ആദിവാസി എവിടെ നിൽക്കുന്നു? എനിക്ക് തോന്നുന്നത്, ഞാൻ ആസാമിലെയും മറ്റും ആദിവാസി മേഖലയിൽ പോയിട്ടുണ്ട്, ഇന്റർനാഷണൽ ആദിവാസി കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ ആദിവാസികളുടെ പ്രബുദ്ധതയോ അവരുടെ ജീവിത സൗകര്യമോ ആ നിലവാരത്തിലേക്ക് പോലും നമ്മുടെ വയനാട്ടിലെ ആദിവാസികൾ എത്തിയിട്ടില്ല ഇപ്പോഴും. അതിന് പല കാരണങ്ങളും ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ CK ജാനു മുമ്പ് പറഞ്ഞൊരു വാചകം വളരെ പ്രസക്തമാണ്. അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മുടെ വിവിധ സർക്കാരുകൾ നടപ്പിലാക്കിയ പദ്ധതികൾ, അതിനുവേണ്ടി ചെലവഴിച്ച പണം ഇവരുടെ അക്കൗണ്ടിലേക്ക് പണമായി നൽകിയിരുന്നെങ്കിൽ അവർ കോടീശ്വരന്മാരുമായിരുന്നു. ഇപ്പോൾ പ്രമിറ്റീവ് ട്രൈബിനൊക്കെ 100 കോടിയിലധികം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഫണ്ട് ഉണ്ടായിട്ടുണ്ട്. ഈ കാട്ടുനായ്ക്കർ എന്ന 20,000 മറ്റോ വരുന്ന ആദിവാസി വിഭാഗത്തിന് വേണ്ടി. പക്ഷെ അവരുടെ ജീവിതാവസ്ഥ ഇപ്പോഴും വളരെ പിന്നോക്കാണ്. ചില കമ്മ്യൂണിറ്റികൾ, ഉദാഹരണമായി കുറിച്യരും കമ്മ്യൂണിറ്റികൾ, അവരുടെ നിലവാരം കുറച്ചുകൂടി. കുറിച്യരും കുറുമരും ഇവർ രണ്ടുപേരും നമുക്കറിയാം വിദ്യാഭ്യാസപരമായിട്ട് ഏറെ മുമ്പോട്ട് വന്നിട്ടുണ്ട്. അവരിൽ നിന്ന് അധ്യാപകരും ഡോക്ടർമാരും അതെ രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ രാധാരാഘവൻ, രാഘവ മാഷി, ഇവരൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറിച്യരിൽ നിന്നാണ് നേരത്തെ സൂചിപ്പിച്ച KK അണ്ണൻ, അതേപോലെ തന്നെ ജയലക്ഷ്മി മന്ത്രിയായിട്ടുണ്ട്. പക്ഷേ മറ്റു സമുദായങ്ങൾ ഏറ്റവും വലിയ നമുക്ക് ഏറ്റവും വളരെ പരിതാപകരമായുള്ള അവസ്ഥ, ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി തീർച്ചയായിട്ടും പണിയ കമ്മ്യൂണിറ്റിയാണ്. പണിയ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള പഠനങ്ങളിൽ നമ്മുടെ ആയുഷ് ദൈർഘ്യം ഇപ്പോൾ 60-ൽ നിന്ന് 80-ഉം 100-ഒക്കെ ആയി. ഇപ്പൊ നമുക്കറിയാം ഇടക്കാലത്ത് ലോകാരോഗ്യ സംഘടന യൗവനം പോലും 60 വയസ്സായി ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ പണിയ കമ്മ്യൂണിറ്റിയുടെ ആയുഷ് ദൈർഘ്യം 60-ൽ നിന്ന് 45 ശരാശരി ചുരുങ്ങുക ചെയ്തത്. അതുപോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ പോലുള്ള രോഗങ്ങൾ. ഇനി അടുത്തൊരു വിഷയം, വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കാണ്. 2011 സെൻസസിൽ, 11 സെൻസസ് മാത്രമല്ല, സെൻസസ് അല്ല, കിലയുടെ പഠനത്തിലൊക്കെ നമ്മൾ കാണുന്നത് 30-ൽ ചുവട ആളുകളെ സർക്കാർ ജോലിയുള്ളൂ. 90,000 പേരിൽ പണിയ കമ്മ്യൂണിറ്റിയിൽ. അതിൽ നിന്ന് വയനാടിന് പുറത്തറിയപ്പെടുന്ന ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. വയനാടിനകത്തും പറയത്തക്ക ഫേമസ് ആയിട്ടുള്ള ഒരാളില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ നവോത്ഥാനം, ആധുനികത എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ സമുദായം ഇപ്പോഴും അവിടെ ഒന്നും എത്തിപ്പെട്ടിട്ടില്ല, വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുകയാണ്. അടിമത്ത തുല്യമായ ഏറ്റവും പിന്നോക്കാവസ്ഥയിലാണ് അവരുടെ ജീവിതം ഇപ്പോഴും പോകുന്നത്. ആദിവാസികളെ സവിശേഷമായി അഡ്രസ്സ് ചെയ്യുന്നതിന് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പോലും പരാജയപ്പെട്ടിട്ടുണ്ട്. CK ജാനുവിൻ്റെ അടിമ മക്ക എന്ന ആത്മകഥ വായിക്കുമ്പോൾ നമുക്കിത് കൂടുതൽ വ്യക്തമാവും. കാരണം ആദിവാസിയെ കുടിയേറ്റ സമൂഹങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ മുത്തങ്ങ സമരം ഓർക്കുന്നുണ്ടാവും. മുത്തങ്ങ സമരത്തിൻ്റെ ഉടനെ നാട്ടുകാർ ആദിവാസികളെ പിടിച്ചു കൊടുത്തു പോലീസിന് ഒരു വാർത്ത. ആരാണ് ഈ നാട്ടുകാർ? ആദിവാസി ആരാണ്? ശരിക്കും ആദിവാസികൾ ആ രീതിയിൽ ആദിവാസികളെ കാണുന്ന ഒരു അപര വ്യക്തിത്വം. അപ്പോൾ ചരിത്രത്തിൽ അപരവൽക്കരിക്കപ്പെട്ടവരാണ് അവരൊക്കെ തന്നെ. അപ്പോൾ ആദിവാസികളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ രേഖകളിൽ അല്ലെങ്കിൽ നമ്മുടെ പഠനങ്ങളിൽ കാട്ടാളന്മാർ, കാട്ടുവാസികൾ എന്നൊക്കെയുള്ള ഒരൊറ്റ കാറ്റഗറിയിൽ അവരെ തള്ളുകയായിരുന്നു.
അവരെ വ്യത്യസ്ത ജാതികൾ ഇങ്ങനെയൊക്കെ കാറ്റഗറൈസ് ചെയ്യുന്നത് അവരുടെ പോപ്പുലേഷനെ കുറിച്ചുള്ള പഠനങ്ങൾ നടക്കുന്നതൊക്കെ ബ്രിട്ടീഷ് പീരീഡിലാണ്. അത് വലിയ ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ കുടിയേറ്റം നമ്മൾ അതിന് പല പ്രശ്നങ്ങൾ പറയുമ്പോഴും ആദിവാസി ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. കാരണം കൂലി കൊടുക്കാൻ തുടങ്ങുന്നു. അതിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം, ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും പുതിയ പഠനങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.